Good morning, all. Good morning, Good Miss. morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning. Prayer, Okay, sir. കൈവല്യദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാനസാഗര സർവേശ്വര ഉത്തമ ഭാവന ഞങ്ങൾക്ക് നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിടണേ ലോകാദിനാഥ നിൻ മാനസം ഞങ്ങളിൽ പാരം പതിപ്പിച്ചു കാത്തിടണേ കൈവല്യദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാനസാഗര സർവേശ്വര വിജ്ഞാനസാഗര സർവേശ്വര. Thank you. Thoughts of the day. If you fail, never give up, because fail means first attempt in learning. APJ അബ്ദുൽ കലാം പറഞ്ഞ മനോഹരമായ വാക്കുകളാണ്. നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒരിക്കലും പരാജയപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. പിന്നെയും പിന്നെയും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു. Good morning, all. നമ്മള് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? Unity 5, Miss. 22 page. നമ്മള് എന്തെങ്കിലും ആക്ടിവിറ്റീസോ സെമിനാറോ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? കുറച്ച് ടൈം എടുക്കും ഷെയർ ആവാനായിട്ട്. എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. യൂണിറ്റ് 5 കംപ്ലീറ്റ് ആയോ? ഓക്കെ കേട്ടോ, 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഷെയർ ആവണില്ലേ PDF? ആ ഷെയർ ആയി. ഫിഫ്ത്ത് പോയിന്റ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? Okay, I will read now. Burns and scars. A person may get burns by fire, a piece of metal, or by current. Sometimes the burns are caused by boiled water, milk, etc. Then it is called scars. The burned place should be saturated by clean water. If the patient has collapsed trying to bring him to his senses, antiseptic ointment for burns should be applied. Coconut oil and clean water are also helpful in sight burnings. If the burn is serious, medical care is to be given. The first aider should be careful in defecting the nature of temporary treatment to be operated to the patient. He or she. Okay, thank you. ബേൺസ് എന്ന് പറഞ്ഞാൽ മേബി ചെറിയ ഫയറോ മേബി പീസ് ഓഫ് മെറ്റൽ കാരണമോ കറണ്ട് കാരണമോ നമ്മുടെ കയ്യിൽ വരുന്ന ചെറിയ പൊള്ളലിനെയാണ് നമ്മൾ ബേൺസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് അത് സ്കെയിൽഡ് ആയിട്ട് മാറുന്നത് വെച്ചാൽ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ മിൽക്കോ ഒക്കെ നമ്മുടെ മേത്ത് വീഴുമ്പോ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ബേൺസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ അത് പെട്ടെന്ന് നമുക്ക് അറിയില്ല, അത് പെട്ടെന്ന് പോയി ടച്ച് ചെയ്ത് നോക്കും. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇതേപോലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം നോക്കാനായിട്ട് കേട്ടോ, ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ക്രാക്കേഴ്സ് അല്ലേ,
നമ്മള് ഈ കമ്പിത്തിരിയും പഴക്കവും ഒക്കെ വിഷു ഒക്കെ ആവുമ്പോ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ കുട്ടികൾക്ക് അതെല്ലാം. ശരിയാണ്, കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആണ് അല്ലെ. ഫിസിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ്. നമ്മളുടെ ശ്രദ്ധയില് ജസ്റ്റ് ഒരു ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ മേ ബി നമുക്ക് ബേൺസ് വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വേണം ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് വർക്ക് ചെയ്യുന്ന ടീച്ചറെ ഓൺ അധികം ഏജ് ഇല്ല, 4 ഇയേഴ്സ് ഉള്ള ടൈമില് ഇതേപോലെ കഴിഞ്ഞ വിഷുവിന് പടക്കം വീട്ടിലെല്ലാവരും ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഈ ഒരു ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയായിരുന്നു. അപ്പൊ ടോർച്ച് പോലൊരു മെറ്റീരിയൽ ഉണ്ട് അല്ലെ, ടോർച്ച് നമ്മൾ പറയില്ലേ, കമ്പിത്തിരി പോലെ പിങ്കും ഗ്രീൻ കളറിൽ കിട്ടുന്ന ടോർച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഇങ്ങനെ നമ്മള് കമ്പിത്തിരി പോലെ തന്നെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടായിട്ട് ഒരു വടീന്റെ തലപ്പില് വടി പോലെ ഇരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ ടോർച്ചിനല്ലേ പറയണേ? ലേസർ പോലത്തെ. ഓക്കെ. അപ്പൊ ഈ ഒരു മെറ്റീരിയല് ആ കുട്ടി അച്ഛൻ കൊടുത്തു, അത് അവൻ യൂസ് ചെയ്തു. അച്ഛൻ എന്തോ കാര്യം അതിന് വേണ്ടിയിട്ട് മാറിയ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാല് നേരെ കത്തി പോകുന്നതിന് പകരമായിട്ട് തിരിച്ച് കത്തി വന്നു. തിരിച്ച് കുത്തിയിടത്തേക്ക് കത്തി വന്നു. കത്തി വന്നപ്പോ ഡ്രസ്സ് പോളിസ്റ്റർ ആയിരുന്നു, അതിലേക്ക് കത്തി വീഴുകയും ചെയ്തു. ഈ ഡ്രസ്സ് ശരിക്കും അതിങ്ങനെ എന്താ പറയാ അറ്റാച്ച് ആയിപ്പോയി പെട്ടെന്ന്. കുട്ടിയാണല്ലോ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് പേടിച്ച് കരയുകയും ചെയ്തു. കരഞ്ഞു, ഭയങ്കര പ്രശ്നമായി. ഹോസ്പിറ്റലിൽ അന്ന് എന്താ പറയാ വിഷുവിന്റെ തലേന്നാണ്. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്നും ഡോക്ടേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് രാജഗിരിയിൽ കൊണ്ടുകൊണ്ട് വന്നു. അവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. ബേൺ ചെയ്ത് 20% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു അവന്. പൊള്ളല് 20%, 4% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് കുറെ നാള് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നല്ല രീതിയിൽ കെയർഫുൾ ആയിരുന്നു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തത്. കാരണം ബേൺ ചെയ്ത പാർട്ടിലേക്ക് എന്ത് വരാൻ പാടില്ല, ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അറിയാലോ, ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് എന്താണ് വേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിലായിരുന്നു കുട്ടീനെ നോക്കിയത്. അതേപോലെ തന്നെ പുറത്തേക്കൊന്നും വിടാൻ പറ്റിയില്ല. പിന്നെ വെക്കേഷൻ ആയിരുന്നു ആ ടൈം. അതുകൊണ്ട് 1 month ഫുൾ റെസ്റ്റ്, 1 or 2 months ഫുൾ റെസ്റ്റ് ആയിരുന്നു. ആരെയും കാണിക്കുക, പൊള്ളലേറ്റു. അവന് കുറെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് പോയി കളിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ അവന്റെ മനസ്സിലുണ്ട്. എന്നാലും നല്ല രീതിയിൽ ഇപ്പൊ മാറി, ആൾ ഓക്കെയാണ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയ ചെറിയ ഒരു കെയർലെസ് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു പൊള്ളലേറ്റത്. നമ്മള് വീട്ടില് കുട്ടികളുള്ള അമ്മമാര് കുറച്ചായിരിക്കണം. പറഞ്ഞോടാ. നമ്മളെ വീടിന്റെ ഇവിടെ അരിയത്ത് ഒരു വൈദ്യനുണ്ട്. അത് തീപ്പൊള്ളലി ആയി, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം നമ്മൾ തൊലി ഫുള്ള് ഇതാവല്ലേ പോവല്ലേ പൊന്തിയിട്ട്. അന്നേരം അത് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ആ വൈദ്യര് ആക്കി കൊടുക്കും. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സ്കിന്ന് വരച്ച് പോക്കിയിട്ട് ഓരോരുത്തുള്ള മരുന്ന് വരുത്തിയിട്ട് ഒരു 3-4 പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് പഴയ സ്കിന്നിലേക്ക് വരും. ഓക്കേടാ, നല്ലതായിരിക്കാം. പക്ഷെ ഇത് പൊള്ളലേറ്റ സമയത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ബേൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ബേണൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെ തരത്തിലുള്ള ബേൺസില് അല്ല ചെറുതായിട്ട് പൊള്ളലേറ്റ് നമുക്ക് പേസ്റ്റ് തേക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് സമയത്തേക്ക് പിന്നെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കും. ചളിയില്ലേ, ചളി വെള്ളത്തിനകത്ത് കൈ മുക്കും മിസ്സേ, കൊമള വരാതിരിക്കാൻ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഐസ് വെക്കാൻ പറ്റും. ഐസ് വെക്കും. ഓക്കെ. അപ്പൊ തേൻ വെക്കുന്ന പറയാം.
അലവേറയുടെ ജെല്ല് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി. ഓക്കെ, പിന്നെ ആന്റിസെപ്റ്റിക് ക്രീം വീട്ടിലെ അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ വർക്ക്ഷോപ്പാണ്. അപ്പൊ എപ്പോഴും എങ്ങനെ വന്നാലും സൈലൻസറിന്റെ ഭാഗത്തുനിന്ന് ഇടയ്ക്ക് പൊള്ളല് വീക്കിലി ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ പൊള്ളാറുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു കൈക്ക് ഒരു തള്ളവിരലിന്റെ ഭാഗത്തായിട്ട്. ആ സമയത്ത് ഞാൻ പേസ്റ്റ് തേച്ചു. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പേസ്റ്റ് തേക്കാൻ പാടില്ല എന്നുള്ള അറിയില്ലായിരുന്നു. അങ്ങനെ പേസ്റ്റ് തേച്ച് കഴിഞ്ഞപ്പോ പൊള്ളലും തേച്ചു. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചെറിയ ഇൻഫെക്ഷൻ ആയിട്ട് പോലെ തോന്നി. അത് ഇതാവുന്നില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പേസ്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ വഴക്കാ പറഞ്ഞത് പേസ്റ്റ് ഒരു കാരണവശാലും പറ്റാൻ പാടില്ല, അത് ശരി, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പൊള്ളലിന് വേണ്ടി പറ്റാൻ വേണ്ടിയിട്ട് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ എപ്പോഴും പൊള്ളലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് എപ്പോഴും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് ഈ എക്സ്പയറി കഴിയുമ്പോൾ അത് മാറ്റൂട്ടാ. എക്സ്പയറി ഡേറ്റ് അധികം നാളില്ല, 1 ഇയർ എങ്ങാണ്ടേ ഉള്ളൂ. 1 ഇയർ കഴിയുമ്പോൾ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് മാറ്റിട്ട് അടുത്ത ഓയിൽമെന്റ് എടുത്ത് വെക്കും, വാങ്ങിച്ചു വെക്കും. അപ്പോ നമ്മള് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോ പെട്ടെന്ന് നമുക്ക് ബേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് സെൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് കൊളാപ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റ് ഇപ്പൊ നമ്മുടെ പേഷ്യന്റിനോട് പറയാം കൊളാപ്സ് ആവണ്ട, ഓക്കെ ആണ്, പേടിക്കേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല, ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കൈ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കാം. അല്ല മുക്കി വെക്കണം എന്നെനിക്കില്ല, കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ദെൻ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ബേൺഡ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ അത് പുരട്ടി കൊടുക്കാം. കോക്കനട്ട് ഓയിലും ക്ലീൻ വാട്ടറൊക്കെ നല്ലതാണ് ചെറിയ ബേൺസിനും കാര്യങ്ങൾക്ക്. ചെറിയ ബേൺസിന് ഇനിയിപ്പോ സപ്പോസ് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ പിന്നീട് പറഞ്ഞോടാം എന്റെ നേരിട്ടുള്ള അനുഭവം പറഞ്ഞോട്ടോ. എന്താണ് ആൻസി? എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞോട്ടാന്ന്. പറഞ്ഞു. എന്റെ മോനും മോളും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്റെ മോക്ക് 1 വയസ്സായപ്പോ ഞാൻ മോനെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോഴത്തേക്ക് മോന് 2 വയസ്സൊക്കെ ആവാറായപ്പോ മോളെ അങ്കൻവാടിയിലാക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മ ഇങ്ങനെ അരി വാർത്തിട്ട് ആ ചൂട് കഞ്ഞവെള്ളം ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ മോൻ ചെന്ന് അവരെ ഇങ്ങനെ മാക്സിലാങ്ങണ്ട ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് കഞ്ഞവെള്ളം അവന്റെ തലയിൽ കൂടെ ചരിഞ്ഞപ്പോഴത്തേക്ക് ഇവ ഇട്ടിരുന്നത് മറ്റേ ബനിയൻ ടൈപ്പ് ഉടുപ്പാണ് ഇട്ടിരുന്നത്. അപ്പോഴത്തേക്ക് അത് ഇവര് വലിച്ചൂരിയപ്പോഴത്തേക്ക് അങ്ങനെ കുറയത്. അപ്പൊ ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ വന്നപ്പോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ പൊള്ളലായിരിക്കും, ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും കണ്ടില്ല. അപ്പോഴാണ് പറഞ്ഞ SAT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച 35% കൂടുതൽ പൊള്ളലുണ്ടായിരുന്നു. എന്ന് വെച്ചാല് തലയിൽ കൂടെയൊക്കെ വീണ് പക്ഷെ കണ്ണിലില്ല. തലയില്, ചെവിയില്, താഴ്ഭാഗം, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗത്തുമില്ലാതെ ബാക്കി കുറെ അങ്ങ് പൊള്ളി. ഞാൻ കരഞ്ഞ് അന്തം വിട്ട്. അവിടെ ഈ പൊള്ളല് മാത്രമുള്ള ആ പേഷ്യൻസിനെ കിടക്കുന്ന മുറിയാണ്. വേറെ ഉണ്ടായിരുന്നു ഇതുപോലെ 15 ദിവസം കിടന്ന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഈ പൊള്ളലൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം തൊട്ടുകൂടാ, സോപ്പ് തൊട്ടുകൂടാ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. അവര് തരുന്ന ഓയിൽമെന്റ് നമ്മളെ പിറത്ത് തേച്ചിട്ട് എന്നും രാവിലെ കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ആ ഇട്ട ഓയിൽമെന്റ് പോകുന്നത് വരെ സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഡോക്ടറെ കാണിക്കണം. ചിലപ്പോ ഓയിൽമെന്റ് ഇരുന്ന് അവർ പറയും ഇത് ശരിയല്ല, ഇങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല, നല്ല രീതിയിൽ ഓയിൽമെന്റ് പോകണമെന്ന് പറയും. അങ്ങനെ 15 ദിവസം കിടന്ന് ചെല്ലുന്ന ദിവസങ്ങൾ ഉടുപ്പിടാനോ ഡ്രസ് ഇടാനോ ഒന്നും പറ്റൂല. ഇങ്ങനെ ഒരു ഷീറ്റിലാണ് കിടത്തിയിരുന്നത്. 2 വയസ്സാവാറായേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ അപ്പം നമ്മളവിടെ കിടന്ന് 2-3 ദിവസം കഴിയുമ്പോൾ വേറൊരു കൊച്ച് ചായ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്നപ്പോഴത്തേക്ക് ചെന്ന് പിടിച്ച് ഇങ്ങനെ നെഞ്ചിലൂടെ ചരിഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന ഒരു കൊച്ച്. പിന്നെ ഒരു കൊച്ച് കഞ്ഞുള്ള ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിരുന്നപ്പോ അതിലിങ്ങനെ തട്ടി വീണ് അങ്ങനെ പൊള്ളി ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. പിന്നെ വേറൊരു തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ച് മണ്ണെണ്ണ വിളക്കിന്ന് തീ ഒരുപാട് ശതമാനം പൊള്ളലുണ്ടായിരുന്നു. അത് കുറെ നാളോടെ അവിടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ വേറൊരു കൊച്ച് മനഃപൂർവ്വം ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് ഇതായി. പക്ഷെ അത് മരിച്ച്. അത് എത്രയും ശതമാനത്തിൽ എനിക്ക് തോന്നുന്നു 60-70% കൂടെ 50% കൂടി പൊള്ളൽ വന്നാൽ രക്ഷപ്പെടാറില്ല. അങ്ങനെയെങ്കിലും അങ്ങനെ മോന് 35% പൊള്ളലുണ്ടായിരുന്നു. 15 ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോഴും എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്.
ഇപ്പോഴും അവൻ ഈ അടയാളം പൊള്ളൽ മാറിയിട്ടില്ല. വരും. ഹലോ ഹലോ ഹലോ. ആ ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ റിലേറ്റ് ചെയ്തത് എന്റെ മോൾക്ക് ജാനുവരിയിൽ ഇതുപോലെ സെയിം കഞ്ഞിക്ക് വെച്ച വെള്ളം മേത്തോട്ട് വീണായിരുന്നു, ഫുൾ ബോഡിയിൽ വീണായിരുന്നു. അപ്പോൾ എനിക്കിത് മുന്നേ അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ കുട്ടീനെ എടുത്തിട്ട് നേരെ പൈപ്പിന്റെ അടിയിൽ റണ്ണിങ് വാട്ടർ ഷവറിന്റെ അടിയിൽ പോയി നിന്നിട്ട്, കാരണം ഫുൾ ഇത് പറഞ്ഞ പോലെ മേത്ത്, അതായത് തലക്ക് താഴത്തോട്ട് ഫുള്ളാണ് വെള്ളം വീണത്. സോ നേരെ റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ വെച്ച് ഒരു 15 മിനിറ്റ്സോളം ഞാനും മോളും കൂടെ ഷവറിന്റെ അടിയിൽ നിന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വരാനുള്ള ടൈം എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. പോളനൊക്കെ വന്നു. ബട്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഫസ്റ്റ് ടൈം ഞാൻ ആ വെള്ളത്തിൽ നിർത്തിയ സമയമായ കൊണ്ടിട്ട് ഈ പൊള്ളല് ഫസ്റ്റ് ഡിഗ്രി ബേൺ ആയിട്ട് തന്നെ നിന്നു. സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അതാണ് ബേൺഡ് ആയത്. സോ അതൊരു ഫസ്റ്റ് ഡിഗ്രി ബേണിൽ നിന്നു. നമ്മൾ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലേക്ക് പേസ്റ്റ് തേക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീംസ് തേക്കുമ്പോഴോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് വന്ന് ഫസ്റ്റ് ലെയറിൽ ട്രാപ്പായി സെക്കൻഡ് ഡിഗ്രി ബേണിലേക്ക് അത് മാറും. സോ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കിയിട്ട് മെയിൻ റണ്ണിങ് വാട്ടർ, അതായത് ഹെവി ബേണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ ഒരു പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് മേലെ നിൽക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിൽ ഇട്ട ഡ്രസ്സ് അങ്ങനെ തന്നെ ഊരിയിലായിരുന്നു. ഞാൻ വെള്ളത്തിൽ നിന്നതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് മുന്നേ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ അതൊക്കെ കുറെ ഹെൽപ്ഫുള്ളായി. ഈ പറഞ്ഞ പോലെ അവൾക്കും ഒരു 50% പൊള്ളലുണ്ടായെങ്കിൽ കൂടിയും അതൊരു ഫസ്റ്റ് ഡിഗ്രി ബേണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾക്ക് ബേൺസ് ഉണ്ടാവുമ്പോൾ മെയിൻലി ഇതുപോലെ വെള്ളത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ അതിനുശേഷമാണ് നെക്സ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ്മെന്റ്സ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യണം. അല്ലാതെ വലിച്ചു ഊരരുത്. ഡ്രസ്സ് ഒരിക്കലും വലിച്ചു ഊരി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. എനിക്ക് ഇതുപോലെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ചെറുതിരിക്കുമ്പോ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോ, അപ്പൊ ചിമ്മിണി വിളക്കാണ്, കറണ്ട് ഇല്ല വീട്ടില്. ചിമ്മിണി വിളക്കിന്റെ അടുത്ത് അമ്മ എന്തോ ദോശയോ മറ്റോ ചുട്ടോണ്ടിരിക്കുമ്പോ ഞാൻ അവിടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ടാകുമ്പോ പെട്ടെന്ന് ഈ ചട്ടുക എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ചിമ്മിണി വിളക്കിന് തട്ടിയിട്ട് എന്റെ മേത്തേക്ക് ഇങ്ങനെ തെറിച്ചിട്ട് ഫുള്ള് ചിമ്മിണിയും ഫുള്ള് കത്തി നെഞ്ചിന്റെ അടുത്തം വരെ. അപ്പൊ ആ ഒരു കുട്ടി നൈറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്, അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഫുള്ള് നെഞ്ചിന്റെ അടുത്തം വരെ കത്തി. പിന്നെ ചേട്ടൻ എവിടെയോ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ട് വെള്ളം ഒഴിച്ചു. ഞാൻ അമ്മേനെ വിട്ടേയില്ല, അമ്മേനെ മുറുക്കെ പിടിച്ചു ഞാൻ ഈ തീ കത്തുന്നതിന്റെ ഇടയിൽ. എന്നിട്ട് ചേട്ടൻ വന്നിട്ട് വെള്ളം ഇതാക്കി. പിന്നെ കുറേ ഒരു 2-3 മാസം എനിക്ക് ഡ്രസ്സൊന്നും ഇടാനേ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ തേൻ വെച്ചിട്ട് അങ്ങനെ എന്തോ നാടൻ ട്രീറ്റ്മെന്റാ ചെയ്തത്. മാം, എനിക്കിതുപോലെ എനിക്കൊരു എന്റെ ഒരു കാര്യം അനുഭവം ഉണ്ടായത് ഞാൻ പറയാട്ടോ. എന്റെ മോൾക്ക് 3.5 വയസ്സാവുന്ന മാം സമയത്ത് എക്സാമ്പിള് ഒന്നിൽ കൂടുതൽ 3-4 എക്സാമ്പിൾ ആയി. ഇനി നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത ടൈം പറയാൻ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാലോ എങ്കിൽ. പക്ഷെ നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കുന്നില്ലേ? ലീമ പറഞ്ഞ കാര്യം, ലീമ എന്നല്ലേ നമ്മുടെ പേര്, ആള് പറഞ്ഞ കാര്യം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മുടെ ലൈഫിൽ അങ്ങനൊരു മാറ്റം വരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. പക്ഷെ ആള് പറഞ്ഞ പോലെ ഷവറിൽ നിർത്തിക്കഴിഞ്ഞ് ആ ഡ്രസ്സ് കട്ട് ചെയ്ത് മാറ്റണം എന്ന് എനിക്കറിയായിരുന്നു. കാരണം നമ്മൾ വലിച്ചു വരാൻ പാടില്ല എന്ന് എനിക്കറിയായിരുന്നു. കട്ട് ചെയ്ത് മാറ്റാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു പരിധിവരെയും ആ ഒരു എമർജൻസി കാര്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കൺട്രോൾഡ് ആക്കാനായിട്ട് പറ്റും. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് അവരുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാസ്സിൽ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത്രയും മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു പോർഷന്റെ പ്രത്യേകതയാണത്. നമ്മൾ ആ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്ത് വേണം ക്ലാസ് എടുക്കാന്നുള്ളത് ഒരു പോർഷന്റെ പ്രത്യേകതയാണ്. അത് സത്യമാട്ടോ. കാരണം ഞാൻ എന്റെ മോൾക്ക് ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് മുന്നേ ഇതുപോലെ കേട്ട് പരിചയത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനു മുന്നേ ഞാൻ കുറെ തവണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ, തമിഴ് സൈഡിലുള്ള ആൾക്കാരൊക്കെ അവർ അരിമാവ് തേക്കുമെന്ന് പറയും, തേൻ തേക്കുമെന്ന് പറയും. പക്ഷെ ഇതൊന്നും എഫക്റ്റീവ് അല്ല എന്ന് ഞാൻ കണ്ടിട്ടുമുണ്ട്. സോ ഇങ്ങനെ വേറെ റിലേറ്റീവിന് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഡോക്ടർ ഇതുപോലത്തെ പ്രിക്കോഷൻസാ കൊടുത്തത്. ഡ്രസ്സ് ഊരരുത്, വെള്ളത്തിൽ നിൽക്കണം. ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെയാണ് എനിക്ക് ഈ ഒരു കാര്യം എന്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയത്.
സോ അത് എല്ലാരും പറഞ്ഞില്ലേ ഈ വെള്ളം തേൻ തേക്കുന്നൊക്കെ എല്ലാരും അതിലൊരു പറഞ്ഞില്ലേ. കാര്യമുണ്ട്. നമ്മൾക്ക് പല ആൾക്കാരും പല രീതിക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ ഏതാണ് കറക്റ്റ് മെത്തേഡ് അല്ല മിത്ത് ഏതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കല് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പൊ ചുറ്റുമുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കുറെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുറെ ആൾക്കാർ പല കാര്യങ്ങളും പറയും. പക്ഷെ അതിൽ കറക്റ്റ് ഏതാന്നുള്ളത് നമ്മുടെ ബുദ്ധി വിവേകം വെച്ചിട്ട് നമ്മളാണ് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ചെറിയ പൊള്ളലില്ലേ, നമ്മള് ജസ്റ്റ് അടുപ്പത്ത് മൂടി ഇത് ടിപ്പ് പറഞ്ഞത്. മറ്റേ ഇപ്പൊ ഈ പറഞ്ഞത് വലിയ പൊള്ളലിനെല്ലാം ഏറ്റവും ബെസ്റ്റ് നല്ല കോൾഡ് വാട്ടറിൽ അത്ര 15 അല്ലെ 30 മിനിറ്റ് നിന്നതിന് അത്രയും ബെസ്റ്റാ. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ട്രീറ്റ്മെന്റിൽ പെട്ടെന്ന് സുഖപ്പെടുത്തി എടുക്കാൻ പറ്റും. ചെറിയ പൊള്ളലിനാണ് ഞാനും പറഞ്ഞത്. ചെറിയ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അലവേറ ജെല്ല്, തേൻ, ഇതെല്ലാം നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് തെറ്റില്ലായിരുന്നു മാം. ഈ പൊള്ളലിന് മോൾക്ക് കയ്യെല്ലാം പൊള്ളിക്കഴിഞ്ഞാൽ തേനും പിന്നെ നല്ല തേനും പേസ്റ്റും അല്ലോ അതപ്പോ. പക്ഷെ എനക്കൊക്കെ ഒരുപാട് പ്രാവശ്യം പൊള്ളിയിട്ട് ഇങ്ങനെ പറ്റിയിട്ട് അത് അപ്പൊ തന്നെ സുഖമായിട്ടുണ്ട്. ഇതുവരെ ഇൻഫെക്ഷനോ കാര്യമൊന്നും വന്നിട്ടില്ല. അത് ചെറിയ പൊള്ളല്. ഞാൻ പേസ്റ്റ് തേച്ചില്ല. എന്റെ മോൾക്ക് ഇതേപോലെ മോള് ബാക്കിൽ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടി നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി ബാക്കിൽ വന്ന് നിൽക്കില്ലേ, അങ്ങനെ ഒരു ദിവസം ഞാൻ നിൽക്കുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് എടുത്ത അതേ രസം കുട്ടി ബാക്കിൽ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ തിരിഞ്ഞതും ഈ കുട്ടീനെ പേടിപ്പെടുത്തി. ആ രസം അങ്ങനെ മോളുടെ മോൾ കൂടെ വീണു. അതങ്ങനെ കഴുത്തിലാണ് തട്ടിയത് ഫുള്ളായിട്ട്. അവൾക്കൊരു 3 വയസ്സാകുമ്പോഴാണ്. പക്ഷെ ഞാൻ അന്ന് എന്താ ചെയ്തതെന്ന് എനിക്ക് വെള്ളം എടുക്കാൻ ഒന്നിനും പറ്റിയില്ല. ഞാന് വേഗത്തിൽ റൂമിലേക്ക് ഓടിപ്പോയിട്ട് മറ്റേ ഇതുണ്ടാവില്ലേ, ലിച്ചൻസ കൊണ്ടൊരു ഓയിൽമെന്റ് ഇല്ലേ, ലിച്ചൻസ കേട്ടിട്ടുണ്ടോ? ലിച്ചൻസ അതിന്റെ ട്യൂബ് മൊത്തത്തിൽ അങ്ങോട്ട് പീച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തേച്ചു കൊടുത്തു. പക്ഷെ അത് കാരണം കൊണ്ട് ആ പൊള്ള അങ്ങോട്ട് പൊന്തിയില്ല. തോലൊന്ന് ചെറുതായിട്ട് നീങ്ങുകയും ചെയ്തു. പക്ഷെ അതിന്റെ കൂളിംഗ് ഉണ്ടായിരുന്നു. കുട്ടിക്ക് നീറ്റിൽ അതോടുകൂടി ഒരു പരിധി വരെ നിന്നു. അതങ്ങനെ കട്ടിയിൽ നിൽക്കണ കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞു കഴുത്തിന്റെ ആ ഭാഗം തളരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഓയിൽമെന്റിന്റെ കൂളിംഗ് കാരണം കൊണ്ട് ചൂട് അടിയിലേക്ക് പോവാണ്ട് മോൾക്ക് തന്നെ അങ്ങനെ നിന്നുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു എനിക്ക് ആ ലിച്ചൻസ് ആ ഓയിൽമെന്റ് കൂളിംഗ് ആണ് ശരിക്കും പറഞ്ഞ. പക്ഷെ അത് ഡോക്ടർ ചോദിച്ചു എന്താ തേച്ചത്, പേസ്റ്റ് ഞാൻ പേസ്റ്റ് അല്ല ലിച്ചൻസർ ക്രീം ഉണ്ടായിരുന്നു, ആ ട്യൂബ് കംപ്ലീറ്റ് തേച്ചു. പക്ഷെ അത് അടിയിലേക്ക് ഒന്നും ഏറ്റില്ല. അല്ലെങ്കിൽ ആ കുട്ടീനെ ഞരമ്പിലാ തട്ടിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഞാൻ കഴുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, തളർന്നു പോകും തന്നെ പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോ ഒരു കേടുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെള്ളം കിട്ടിയില്ല. പറയട്ടെ മിസ്സേ, ഒരു കാരണവശാലും കുട്ടികളെ നമ്മൾ അടുക്കളയിലേക്ക് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അടുക്കളയിലേക്ക് കയറ്റാൻ പാടില്ല. 2 അടി കൊടുത്തിട്ട് പുറത്താക്കിയാലും നമുക്ക് അതിനൊരു ടെൻഷൻ ഇല്ല. ഫുഡ് ആക്കിയിട്ടില്ലേലും നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ അങ്ങനെ കറക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ അവരുടെ അടുക്കളയിൽ വരുത്താൻ പാടില്ല എന്നൊന്നും. കാരണം എന്താണ് അവർക്ക് ലൈഫ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞു മക്കൾ അതെ ചായ ഇപ്പൊ ആക്കി വെച്ച് എനിക്കിപ്പോ 4 മക്കളാണ്. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇന്ന് വരെ കുട്ടികളെ ഫുഡ് ആക്കുന്ന സമയത്ത് അടുക്കളേന്റെ അതായത് ഈ ഗ്യാസ് അടുപ്പിന്റെ അതായത് ചോറ് വാർത്തി വെച്ചാൽ അങ്ങനത്തെ ഭാഗത്തേക്കൊന്നും ഞാൻ കുട്ടികളെ അടുപ്പിക്കലേ ഇല്ല. 2 അടി കൊടുത്തിട്ടായാലും കിച്ചണിന് പുറത്ത് കീച്ചിട്ട് കളിക്കാൻ അയക്കുക ചെയ്യലുള്ളൂ. ഓക്കെ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ മോള് 4 വയസ്സാണ്. ആള് കുക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളും കൂടി ഓംലേറ്റ് ഉണ്ടാക്കും. അതേപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ അവളും കൂടി കിച്ചണിൽ ചെന്ന് ഒരുമിച്ച് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് വേണ്ടതാണ്. ഈ പറഞ്ഞ കേസുകളിലൊക്കെ ഐ തിങ്ക് സോ നമ്മളാണ് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം കുട്ടി അടുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പാരന്റ്സ് കോൺഷ്യസ് ആവണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പൊ ചൂടുവെള്ളം എടുക്കുന്ന സമയത്ത് പാരന്റ്സ് പറയാം ചൂടുവെള്ളമാണ്, മാറി നിൽക്കുന്നത് കുട്ടീനോട് പറയാം. എന്ന് വെച്ചാൽ അടുത്ത് നമ്മുടെ കുട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കണം. അതേപോലെ തന്നെ തിളപ്പിച്ച പാലോ വെള്ളമോ നമ്മൾ കുറച്ച് കുട്ടിയുടെ കൈ എത്താത്ത രീതിയിൽ കുറച്ച് ദൂരത്തേക്ക് മാറ്റി നിർത്താം. അതേപോലെ അത് ചൂടുവെള്ളമാണ്, ചൂട് എന്താണെന്നൊക്കെ അവർ അറിയണം, ടെമ്പറേച്ചർ എന്താണ് എന്ന് കുട്ടികൾ അറിയണം. ചൂട് കൂടുതൽ കുറവ് അതൊക്കെ അവർ മനസ്സിലാക്കി തന്നെ വളരണം. കാരണം പൊള്ളുന്നത് ഒരു പ്രാവശ്യം ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ കൈയിടരുത്, പൊള്ളുന്ന. പക്ഷെ അവള് ആ ചൂടുവെള്ളത്തിൽ ചെന്ന് കളിക്കും. നമ്മളിങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുന്ന വെള്ളത്തിൽ കളിക്കും. ഒരു പ്രാവശ്യം ആള് കൈ ചൂടുവെള്ളത്തിലിട്ടു. ബാത്റൂമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്ത വെള്ളം ഒഴിച്ച് അത് കൂളാക്കി.
പക്ഷെ ആ ഒരു പേടി കൊണ്ട് പിന്നീട് ചൂടുവെള്ളത്തില് അവള് തൊട്ടിട്ടേ ഇല്ല. ആ ഒരു പേടി ഉള്ളതുകൊണ്ട്. ചൂടുവെള്ളം വരുമ്പോ നമ്മളെ ബാത്റൂമിലേക്ക് വെള്ളം കൊണ്ടുവരുമ്പോ തന്നെ അവളോട് പറയും ചൂടുവെള്ളം കേട്ടോ എന്ന് മാറി നിന്നോളാൻ പറഞ്ഞ് മാറി നിൽക്കും. അപ്പൊ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും. കിച്ചണിലേക്ക് വരുത്താതിരിക്കുന്നത് വളരെ പ്രശ്നമായിട്ട് മാറുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മളുടെ സൂപ്പർവിഷനിൽ അവരെ കൊണ്ട് ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും കിച്ചണിൽ കയറുന്നതും ഓംലേറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ അവൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. മിക്സ് ചെയ്യും. അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ആള് മിക്സ് ചെയ്യാൻ ഒരുമിച്ച് മിക്സ് ചെയ്യും. കാരണം ആളെ കൊണ്ട് എല്ലാ ആക്ടിവിറ്റികളും 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എല്ലാ ആക്ടിവിറ്റികളും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവളെ കൊണ്ട് പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അവർക്കത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അത് ശരിയാ. മിസ് ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ഒറ്റക്കെല്ലാം ആവുമ്പോ അതാ റിസ്ക്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? കേട്ടോ. നമ്മള് മോണ്ടിസോറി മെത്തേഡിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് ലേൺ ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ലേൺ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്ത് പോകുന്നത്. അത് നോർമലായിട്ട് നടക്കുന്നതാണ്. സോ എക്സ്പീരിയൻസ് ഷെയറിങ്ങും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നതും എല്ലാം ഈ ഒരു ക്ലാസ് റൂമിൽ ഉള്ളതാണ്. ഞാൻ TTC പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ കൊച്ചിന് ഇതുപോലെ പൊള്ളലേറ്റിട്ട് ആ കൊച്ചു മരിച്ചുപോയി. കുഞ്ഞായിരുന്നു. ഒരു വയസ്സ് 2 വയസ്സ് ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇൻഫെക്ഷൻ പകുതി ഫുള്ളും, അതായത് ആ ചേച്ചി കിച്ചണിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അന്നേരത്തേക്കും കൊച്ചു പുറകിൽ നിന്ന് വന്ന് പിടിച്ച് വലിച്ചപ്പോ പുറകിൽ വന്ന് നിന്നത് അറിഞ്ഞില്ല. കൊച്ചു ഡ്രസ്സിൽ പിടിച്ച് വലിച്ചപ്പം ദേഹത്തോട്ട് തിളച്ച പാല് വീണ് കൊച്ചിന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പകുതി കൂടുതലും പൊള്ളലേറ്റായിരുന്നു. ഇൻഫെക്ഷൻ ആയി പോയിട്ട് അന്ന് 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പിന്നെ മരിച്ചുപോയി. അതുപോലെ ഒരു പ്രാവശ്യം രാവിലെ അടുപ്പയില് തിളച്ച വെള്ളം എടുത്തപ്പോഴത്തേക്ക് എന്റെ ദേഹത്തോട്ട് വീണ്. എന്റെ കാല് പൊള്ളി. പോളിസ്റ്ററിന്റെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. ഓടിപ്പോയി ഡ്രസ്സ് ഊരിയപ്പോഴത്തേക്കും കാല് പകുതി കൂടുതൽ പൊള്ളലേറ്റായിരുന്നു. ശ്രദ്ധിക്കണം. നമ്മള് കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. കിച്ചണിലേക്ക് കുട്ടികൾ വരുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളിപ്പോ ബോയിൽഡ് വാട്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, അതേപോലെ ഹസ്ബൻഡ്, അച്ഛനമ്മയും എല്ലാവരും പറയും ചൂടുവെള്ളം കേട്ടോ കുഞ്ഞു അടുത്തേക്ക് വരരുതട്ടാ. എന്ന് വെച്ചാൽ നമ്മളത് കണ്ടിന്യൂസ്ലി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ ആ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിരിക്കും. കുട്ടികൾ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ അടുത്ത് എന്ത്, അല്ലെങ്കിൽ എവിടെയാണ് ഓടി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് കുട്ടീനെ അടുത്തേക്ക് നിർത്താം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൾ എവിടെയാണ് എന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ, അത് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ മെത്തേഡിന്റെ ഒരു പ്രത്യേകത 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ഈ ടെക്സ്റ്റിലുള്ള പോർഷൻസ് മാത്രം നിങ്ങളോട് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് നമ്മുടെ മെത്തേഡിനെ അത്രയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2-way കമ്മ്യൂണിക്കേഷൻ, എനിക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. എല്ലാ മിസ്സുമാരും പലവട്ടം പറഞ്ഞതാണ് മോണ്ടിസോറി ക്ലാസ്സിന്റെ മെത്തേഡ് ഇങ്ങനെയാണ് എന്ന് പലവട്ടം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമുക്കുണ്ടാകുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ ഇതിനു വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ഒരേ മൈൻഡ് ആയിരിക്കില്ല. സോറി. ഇപ്പം കുറച്ചു മുന്നേ ഞാൻ ആരാന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഒരു 15 മിനിറ്റ് ഷവറിന്റെ ചോട്ടിൽ നിർത്തി എന്ന് പറഞ്ഞില്ലേ? അതിപ്പം തന്നെ ഈ ഗ്രൂപ്പിലത്തെ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. അപ്പം അവര് പറഞ്ഞപ്പോ നമുക്ക് അതൊരു കോൺഫിഡൻസ് ആയില്ലേ, ഇങ്ങനെ ഒരു അപകടം പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് ഇതില്ലല്ലോ. ചിലത് നമ്മളുടെ മൈൻഡിലുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ വെള്ളം കോരി ഒഴിക്കായിരിക്കും അല്ലെ മേത്ത് വെള്ളം കോരി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത്
മേ ബി നമ്മളിങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്കിൻ മേ ബി എന്താണ് റീഅഡ്ജസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഷവറിനെ എടുത്ത് നിർത്താം. അതൊക്കെ നമുക്ക് കിട്ടുന്ന ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കിട്ടും. നോർമലൈസ്ഡ് നിങ്ങൾ ഈ ഒരു മെത്തേഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ മെത്തേഡ് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ നമ്മളൊരു ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ പാർട്ടാണെന്ന്. മാത്രമല്ല മിസ്, ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് കുറച്ച് പേടിയുണ്ട്. അത് തുറന്ന് പറയാനും സംസാരിക്കാനും എടുക്കാനും പ്രെയർ ആയാലും തോട്ടായാലും എന്തെങ്കിലും ഒരു ചെറിയൊരു പേടി. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സിലൂടെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കുറച്ചുകൂടെയൊക്കെ പേടി അങ്ങ് മാറി കിട്ടും. ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു കറക്റ്റ് കാര്യമില്ല മിസ്. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് കിച്ചണിൽ, എനിക്കൊക്കെയാണ് കിച്ചണിലാണ് കുട്ടികളിലേക്കാളും കൂടുതൽ എനിക്കാണ് സാധാരണ പൊള്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള പാത്രം കുക്കറിലായാലും എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്റെ കയ്യിൽ എവിടെയെങ്കിലും കൊള്ളും. അതെ, അപ്പൊ പെട്ടെന്ന് നമ്മൾ ഫ്രീസറിൽ നോക്കുമ്പോൾ ഐസായിരിക്കും ഞാൻ പെട്ടെന്ന് വെക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ വെള്ളം ചിലപ്പോൾ ഇച്ചിരി ചൂടായിരിക്കും. പൈപ്പിലെ വെള്ളം സാധാരണ തണുത്ത വെള്ളത്തേക്കാളും ഇച്ചിരി ഈ ഭയങ്കര ചൂടുള്ള സമയത്തെ ഹോട്ട് വാട്ടർ ആയിരിക്കും ചിലപ്പം പൈപ്പിൽ നിന്ന് വരുന്നത്. അപ്പൊ പെട്ടെന്ന് സൈസ് എടുക്കാൻ നോക്കുമ്പോൾ ഫ്രീസറിൽ കാണത്തില്ല. പെട്ടെന്ന് നമ്മൾ ഐസ് വെച്ചാൽ നമ്മൾ ഈ പൊള്ളക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ഐസ് കാണത്തില്ല എമർജൻസിക്ക് നോക്കുമ്പോൾ. എപ്പോഴും നമ്മൾ എമർജൻസി ഒരു ഐസ് പാക്ക് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഐസ് പാക്ക് അതെപ്പോഴും നമ്മുടെ ഫ്രീസറിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ തലയിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഐസ് വെക്കുന്നത് നല്ലതല്ലേ? അതെ. പിന്നെ ഈ നോസ് ബ്ലീഡിങ്, ചില കുട്ടികൾക്ക് നോസ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ കോൾഡ് ഐസ് പാക്ക് നമ്മൾ വീട്ടിൽ കരുതുകയാണെങ്കിൽ ഈ ഫ്രീസറിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഐസ് ക്യൂബ്സ് കിട്ടിയില്ലെങ്കിൽ അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊരു എല്ലാവരും കരുതുന്നത് നല്ലതാണ്. കുക്കറിന് എന്നോട് ഭയങ്കര സ്നേഹം മിസ്സേ. അപ്പൊ കുക്കറിൽ എന്താക്കിയാലും കൈ തട്ടിപ്പോകും. ഓക്കെ, ഞാൻ കിച്ചണിൽ കയറിയ പൊള്ളൽ ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അധികം കയറാറില്ല. ഞാൻ എന്താ പറയാ കൂടുതലായിട്ട് കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എവിടെയെങ്കിലൊക്കെ പൊള്ളിയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. നോർമലി നമുക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്നത് അടുക്കളയിലാണ്. സാധാരണ എല്ലാവരും റൂമിലല്ലേ വെക്കുന്നത്. ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അടുക്കളയിൽ ഫ്രിഡ്ജിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഉള്ളത്. എപ്പൊ കൊള്ളുന്നു അപ്പൊ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് എടുത്ത് വെക്കുന്നു. നമ്മള് വെള്ളം ഒഴിക്കുന്നു, അത് നൈസായിട്ട് അത് മാറിക്കഴിയുമ്പോൾ അതിന്റെ ചെറിയ എന്തെങ്കിലും മാറിക്കഴിയുമ്പോൾ എന്നിട്ടാണ് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് വെക്കുന്നു. ബാക്കി നമ്മളെ പണി ഇങ്ങോട്ട് പോവാണ്. വീണ്ടും ഇതേ സംഭവം തന്നെ റിപ്പീറ്റ്ലി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ അത് നോർമലി സംഭവിക്കുന്നതാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാത്തുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഇനിയിപ്പോ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡന്റ്സും കാര്യങ്ങളും പറഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇതേപോലൊരു അവസരം, ഒരു ഇൻസിഡന്റ് വരാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും കേപ്പബിൾ ആയിരിക്കില്ലേ? പേടിച്ച് മാറി നിൽക്കൊന്നുമില്ലല്ലോ, നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ കൊടുക്കില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി കെയർഫുൾ ഇൻ ഡിഫറെക്റ്റിംഗ് ദ നേച്ചർ ഓഫ് ദ ടെമ്പററി ട്രീറ്റ്മെന്റ് ടു ഓപ്പറേറ്റ് ടു ദ പേഷ്യന്റ്. ആ ഒരു പേഷ്യന്റിന് ടെമ്പററി ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്ക് അറിഞ്ഞിരിക്കണം? ഫസ്റ്റ് എയ്ഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഹി ആൻഡ് ഷീ ഷുഡ് ഹാവ് സം എസെൻഷ്യൽ ക്വാളിറ്റീസ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിക്ക് കുറച്ച് എസെൻഷ്യൽ ക്വാളിറ്റീസും കാര്യങ്ങളും വേണം. ഇതെല്ലാമാണ് കമ്പാഷൻ, ധൈര്യം, ജെന്റ്ലിനെസ്, പവർ ഓഫ് കൺക്ലൂഷൻ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വരണം. നമ്മുടെ ചുറ്റുപാടുള്ള റിസോഴ്സും കാര്യങ്ങളും, റിസോഴ്സ്ഫുൾനെസ്, ഓൾട്ടർനെസ് ഒക്കെ നമ്മളുടെ ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ ഒരു വ്യക്തി വെള്ളത്തിൽ വീഴാണെന്ന് വിചാരിക്കുക. വീണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരാളോട് പറയണം, ഞാൻ ഇന്നാളെ രക്ഷിക്കാൻ പോവാണ് എന്ന് ഇൻഫോം ചെയ്തിട്ട് വേണം നമ്മളും എന്ത് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ചാടാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾക്കും ഒഴുക്കാണ്, നമുക്ക് വെള്ളമാണ് പറയാൻ പറ്റില്ല എങ്ങനെയാണ് അത് മൂവ് ആവുന്നതെന്നൊന്നും. നമുക്ക് ഒരാളോട് ഇൻഫോം ചെയ്യണം. ഇനി സപ്പോസ് നമ്മുടെ അടുത്ത് വരെ കയറുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കയറ് കെട്ടി കയറ് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു വ്യക്തിക്ക് കയറ് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിനോട് പിടിക്കാൻ പറയാം. ഇനി അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരത്തുമ്പോ ആ കയറ്
എന്ത് ചെയ്തിട്ട് കെട്ടിയിട്ട് നമ്മുടെ ചുറ്റും അത് കെട്ടിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. കുറച്ച് നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ലീമ ചെയ്തില്ലേ, ഷവറിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയത് റിസോഴ്സ്ഫുൾനെസ് ആണ്. നമുക്ക് എമർജൻസി ആയിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് ആൾക്കറിയാം. സോ ആളെന്ത് ചെയ്തു, ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തു. ദെൻ ആ ഡ്രസ്സ് എങ്ങനെ ഊരണം എന്നുള്ളതും അറിയായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പെട്ടെന്ന് കൺക്ലൂഷൻസ് എത്താൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം നമുക്കറിയാം ഫസ്റ്റ് 2 hours എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് ആണ്. ആ ടൈമിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഒരു ആ വ്യക്തിക്ക് ഹാർട്ടിന് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു വിചാരിക്കും, പെട്ടെന്ന് അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ പൾസ് ചെക്ക് ചെയ്യും. ആദ്യം പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ബ്രീത്തിങ് നോക്കാം. ബ്രീത്തിങ്ങും പൾസ് ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും, അതേപോലെ തന്നെ ബ്രീത്തിങ്ങും പൾസും ഇല്ലെങ്കിൽ CPR കൊടുക്കണം എന്നും നമുക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ എല്ലാവരും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഷീ ആൻഡ് ഹി ഷുഡ് ബി വെരി എഫിഷ്യന്റ് ആൻഡ് ക്വിക്ക് ടു റെൻഡർ ഹെൽപ്പ് ടു ദ വിക്ടിം. നമ്മുടെ വിക്ടിമിന് പെട്ടെന്ന് ആ ഹെൽപ്പും കാര്യങ്ങളും കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നമ്മളുടെ പോർഷനിൽ ഫസ്റ്റ് ഇയറിന്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് ഇയറും കൂടി ഉണ്ട്. നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ആ ഒരു വിഷമവും കാര്യങ്ങളും, അല്ലെങ്കിൽ മനസ്സിന് ആക്സിഡൻസ് നോർമലി ആണല്ലേ, നമ്മുടെ മനസ്സിന് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരും മൈൻഡിന്. അപ്പൊ അതിങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് ഇയറിൽ പറയുന്നത്. അത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഭാഗമായിട്ട് ജിഷ് ടീച്ചർ നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്. ഓക്കെ, യൂണിറ്റ് 7 നിങ്ങൾക്ക് ആതിര മിസ്സും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചറും മാത്രമല്ലേ ഉള്ളൂ സബ്ജക്ട് എടുക്കുന്നത്? അതെ, ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ, അശ്വതി മിസ് ആണോ, ജോബ് സാറാണോ? ഇംഗ്ലീഷ് ആരാണ്? ഓക്കെ, അപ്പോ നമ്മള് ഇനി മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 7 ആണ്. ഹെൽത്ത് കെയർ എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 26 എടുത്തേ. എടുത്തോ. ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഏതൊരു കുട്ടീനെ സംബന്ധിച്ചും? എല്ലാവരും ഇമ്മ്യൂണൈസേഷൻ കുട്ടികളില്ലേ? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്? ഓക്കെ, അപ്പൊ ഇമ്മ്യൂണൈസേഷൻ എല്ലാ കുട്ടികൾക്കും എടുക്കണം. കാരണം നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ പുറത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരും. അപ്പൊ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളാണ് ഇമ്മ്യൂണൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എടുത്ത സമയത്ത് ഓരോ അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കേട്ടിട്ടുണ്ടാവും. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis, പോളിയോ, മീസിൽസ് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ അവസരമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ഡിഫ്തീരിയ ഫസ്റ്റ് അസുഖം ഏതാണ്? ഡിഫ്തീരിയ ആണ് ഞാനിവിടെ പറയുന്നത്. അത് ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ ആണ്? ബാക്ടീരിയൽ, വൈറസ്, ഫംഗസ്, ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ ആണ്? ബാക്ടീരിയ. ഓക്കെ, ഡിഫ്തീരിയ ഏത് പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്? ട്രാക്കിയ. ഓർമ്മയുണ്ട്. ഡിഫ്തീരിയയുടെ മെയിൻ സിംറ്റം എന്താണ്? കഫ്, ടെമ്പറേച്ചർ, പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ ഡിഫ്തീരിയക്ക്. വൈറ്റ് പാച്ച്, വൈറ്റ് കളർ മെംബ്രെയിൻ, ഓക്കെ, വൈറ്റ് കളറിലുള്ള ഒരു മെംബ്രെയിൻ നമ്മുടെ തോട്ടില് ഇതേപോലെ ഈ ഇമേജ് കാണുന്ന പോലെ ഡെവലപ്പ് ആകും.
അത് പിന്നീട് വളരുമ്പോൾ ആദ്യം നമുക്ക് തോട്ട് പെയിൻ ആയിരിക്കും. പിന്നീട് അത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം ഇറങ്ങുമ്പോഴൊക്കെ പെയിൻ കൂടി വരും. പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭയങ്കര പെയിൻ ആയിരിക്കും. കൂടുതലായിട്ട് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, റിലീസ് ആവും. അത് എൻ്റെ ബോഡിയിൽ ബോഡി ഫങ്ഷനെ അത് അഫക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇതൊരു പണ്ട് ഇതിനെ കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. ഡിഫ്തീരിയനെ പണ്ട് കില്ലർ ഡിസീസ് എന്ന് പറയായിരുന്നു. സോ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എന്നല്ല, വരാതിരിക്കാനാണ് ആദ്യം തന്നെ ശ്രമിക്കേണ്ടത്. ഇമ്മ്യൂണൈസേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് ഇമ്മ്യൂണൈസേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ? വാക്സിന്റെ പേര് വേറെ DPT ആണ്. പണ്ട് DPT ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. DPT മാറി. പെൻഡാവാലന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന വാക്സിൻ ഏതാണ്? പെൻഡാവാലന്റ് വാക്സിൻ ആണ്. 5 അസുഖങ്ങൾക്കുള്ള ഒറ്റ ഡോസ് വാക്സിൻ ആണ് നമ്മള് പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. മിനിറ്റ് ഷെയർ ചെയ്യാവേ. നിങ്ങൾക്ക് നോക്കിയതാ. 1 മിനിറ്റ് ഷെയർ ചെയ്യാവേ. പെൻഡാ മീൻസ് 5. സോ 5 അസുഖങ്ങൾക്ക് ഒറ്റ വാക്സിൻ എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന വാക്സിൻ ആണ് പെൻഡാവാലന്റ്. പെൻഡാ വാക്സിൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റില്ല. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പെൻഡാവാലന്റ് വാക്സിൻ ഏതൊക്കെ ഡിസീസിനാണ് പെൻഡാവാലന്റ് വാക്സിൻ ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും പണ്ട് DPT വാക്സിൻ ആയിരുന്നു കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, മാം, ആ 5 വാക്സിൻസ് ഏതല്ല? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോ ഫോട്ടോ അയക്കാം കേട്ടോ. ഞാനിപ്പോ സെൻഡ് ചെയ്യാം, മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് B. എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നോക്കിയൊന്നും എഴുതാൻ പറ്റൂടാ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് B. അതൊന്നും നോക്കിയിട്ടൊന്നും എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ ടൈപ്പ് കോപ്പി ചെയ്യാനായിട്ട് പറ്റണില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അല്ല ഒന്ന് നോട്ട് ചെയ്തേക്ക്. ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് B. ഈ 3 അസുഖങ്ങൾക്കാണ്, ഈ 5 അസുഖങ്ങൾക്കാണ് നമ്മൾ പെൻഡാവാലന്റ് വാക്സിൻ യൂസ് ചെയ്തിരുന്നത്. പണ്ട് DPT എന്നായിരുന്നു നമ്മൾ ഡിഫ്തീരിയക്ക് എതിരെ എടുക്കുന്ന വാക്സിന്റെ പേര്. ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ്, ഈ 3 അസുഖങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് വാക്സിൻ എടുത്തിരുന്നത്. ഓക്കെ, ഇപ്പോ പെൻഡാവാലന്റ് വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെ ടൈമിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മന്തിൽ ഫസ്റ്റ് ഡോസ് കൊടുക്കും. പെൻഡ 1 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡോസ് കൊടുക്കും. 2.5 മന്ത്സിൽ സെക്കൻഡ് ഡോസ്, 3.5 മന്ത്സിൽ തേർഡ് ഡോസ്. ദെൻ പിന്നെ നമ്മൾ ബൂസ്റ്റർ കൊടുക്കുമല്ലോ. അത് ഏത് മാസമാണ്? പിന്നെ നമ്മൾ DPTയുടെ ബൂസ്റ്ററാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ 5
ഫസ്റ്റ് 1.5 month, 2.5 month, 3.5 monthsലാണ് പെൻഡാവാലിന് വാക്സിൻസ് കൊടുക്കുന്നത്. പെൻഡാവാലിന് വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അന്ന് ഞാൻ ആ വാക്സിനിന്റെ ഷെഡ്യൂള് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്ത സമയത്ത്. ആ മിസ് അന്നേരം ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി റെഫർ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ ടെസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും വരുന്നുണ്ട്. സോ നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇനി പറയുന്നത് കേട്ടോ. ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറെ ഇത് ഷെയർ ചെയ്തിന് മിസ് ഗ്രൂപ്പില് വാക്സിനെ കുറിച്ച്. ഇമ്മ്യൂണൈസേഷൻ ഇനി നെക്സ്റ്റ് ഡിസീസ് ആണ് പെർട്യൂസിസ് അല്ലെ. പെർട്യൂസിസ് എന്ന് പറയുന്നത് വൂഫിംഗ് കഫ് എന്ന് പറയും. വേറെ ഇതല്ലോ കേട്ടിട്ടുണ്ടോ? 100 days of cough. Okay, 100 days of cough. ടെറ്റനസോ ലൗക്ചോ എന്ന് പറയും. ഓക്കെ, വൂഫിംഗ് കഫ് ഞാൻ ചോദിച്ചില്ല. ഡിഫ്തീരിയ ഏത് ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? ആരാ പറയുന്നേ? Foreign bacterium. ഡിഫ്തീരിയ. ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കാം, ഒരു പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കാം. Bordetella pertussis. ചോദിക്കാൻ പറഞ്ഞാൽ മതി. Then ടെറ്റനസോ അമല? ടെറ്റനസ് ഏത് ബാക്ടീരിയയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? Clostridium tetani bacteria. ഓക്കെ, നമ്മൾ ഇനി നോക്ക്. ഓക്കെ, അപ്പൊ ഈ 3 അസുഖങ്ങളും സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയാസ് നമ്മൾ ഫസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി റെഫർ ചെയ്യാം. നമ്മള് ഈ 3 അസുഖങ്ങൾക്കുള്ള വാക്സിൻ ആദ്യം ഒരുമിച്ചായിരുന്നു കൊടുത്തിരുന്നത്. DPT എന്നാണ് അതിന്റെ ഫുൾ പേര്. DPT, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. DPTയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം എഴുതണം കേട്ടോ. അത് എന്തൊക്കെയാണ്? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. This is given when the baby 6 weeks old. പണ്ട് നമ്മൾ 6 weeks old, 10 weeks, 14 weeksലൊക്കെ ആയിട്ടാണ് കൊടുത്തിരുന്നത്. 18 monthsലും അതേപോലെ 4.5 monthsലും ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെ ബൂസ്റ്റർ ഡോസ് 18 monthsലും 4.5 monthsലും എന്ത് കൊടുക്കുന്നുണ്ട്? ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. DPTയുടെ അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. DPTയുടെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കൊടുത്തിരുന്ന വാക്സിൻ ആയിരുന്നു. ആദ്യം കൊടുത്തിരുന്ന DPT മാറ്റിയിട്ട് ഇപ്പൊ പെൻഡാവാലിന് വാക്സിൻ ആണ് അതിന് പകരം കൊടുക്കുന്നത്. Between the age 12 and 14, the child is given booster for diphtheria and tetanus. Tetanusനും diphtheriaക്കും 12 to 14 yearsൽ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. ബട്ട് നോട്ട് ഫോർ പെർtussis. പെർtussis കൊടുക്കുന്നില്ല. ഓക്കെ, കേരളത്തില് അവസാനമായിട്ട് പോളിയോ റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? ക്വസ്റ്റ്യൻ ഓരോരുത്തർ പറഞ്ഞാൽ മതി, ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. 2000. ഓക്കെ, അല്ലെങ്കിൽ കേട്ടില്ല വിചാരിക്കുന്നു. ആലിയ കേരളത്തിൽ ഏത് വർഷമാണ് ഏറ്റവും ലാസ്റ്റ് പോളിയോ റിപ്പോർട്ട് ചെയ്തത്? ഓക്കെ, ലിൻഷി? മാം അറിയില്ല കേട്ടോ, സെർച്ച് ചെയ്യും. അങ്കിത? അനിതയുണ്ട്. അങ്കിത അല്ല, അനിത. 2000. കേരളത്തിൽ 2000-ന് ശേഷം, അതേപോലെ തന്നെ ഇന്ത്യയില് 2011 ശേഷവും പോളിയോ എന്ന് പറയുന്ന രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇന്ത്യ ഒരു പോളിയോ മുക്ത രാജ്യമായിട്ട് എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ്? 2014. മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്.
എങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മള് കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്നുകൾ കൊടുക്കുന്നത്, ഇന്നും കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് 12th 10th ഒക്ടോബർ 12th പോളിയോ നമ്മൾ കൊടുത്തത് അല്ലെ. അപ്പോ പോളിയോ എന്ന് പറയുന്ന അസുഖം, പോളിയോ ഏത് വൈറസ് ആണ്, അല്ല സോറി, ഏത് വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? പോളിയോ മൈലൈറ്റിസ്. Okay. മലയാളത്തിൽ പോളിയോന് എന്താ പറയുന്നേ? പിള്ളവാദം. ഓക്കെ. ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാല് പെർമനന്റ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കും? ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണോ? ട്രീറ്റ്മെന്റ് അല്ല, ട്രീറ്റ്മെന്റ് ആകെയുള്ളത് ഫിസിയോതെറാപ്പി മാത്രമാണ്. Okay. അപ്പോ the polio vaccine is given along with the 3 DPT dose followed by 2 booster dose and once at 1.5 year and second at 4.5 year. പോളിയോ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ നമുക്ക് വാക്സിൻസ് കൊടുക്കാൻ പറ്റും. ഇനാക്റ്റീവ് പോളിയോ വാക്സിനും ഓറൽ പോളിയോ വാക്സിനും. നമ്മൾ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നതിനാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. OPV എന്ന് പറയും, ഓറൽ പോളിയോ വാക്സിൻ, OPV. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. അമല എന്തെങ്കിലും പറയാനുണ്ടാടാ? പോളിയോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ്? 3.5 മാസത്തിലെ ഇഞ്ചക്ഷനിൽ പോളിയോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ കുട്ടിക്ക്. ഓക്കേടാ, ഇല്ല, 1.5 മാസത്തിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ OPV കൊടുക്കുന്ന, OPVയുടെ കാര്യം പറയാം. ഓറൽ പോളിയോ വാക്സിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ ജനിച്ചാൽ ഉടനെ തന്നെ കൊടുക്കും. നമ്മള് ഹെപ്പറ്റൈറ്റിസ് ബിന് വാക്സിൻ എടുക്കില്ലേ, അല്ലെങ്കിൽ BCG എടുക്കൂലേ, BCG നമ്മളിവിടെ കയ്യിലെ ചെറിയൊരു വാക്സിൻ, ഒരു കൊമള പോലെ വന്നത്. ആ വാക്സിൻ എടുക്കുന്ന അന്ന് തന്നെ നമ്മൾ എന്ത് കൊടുക്കും? നമ്മള് OPV വാക്സിൻ കൊടുക്കും. അത് കഴിഞ്ഞ് 1.5 മാസത്തില് നമ്മള് ഇപ്പൊ പെൻഡാവാലന്റ് എടുക്കില്ലേ, ആ സമയത്ത് OPV കൊടുക്കുന്നുണ്ട്. 2.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്, 3.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മള് വർഷവും എല്ലാ വർഷവും പോളിയോയുടെ ഭാഗമായിട്ടും എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ OPV, ഓറൽ പോളിയോ വാക്സിൻ, ആ തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. IPV കൊടുക്കുന്നത് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, നമ്മൾ ഇഞ്ചക്ഷൻ രൂപയാണ് കൊടുക്കുന്നത്. 1.5 മാസത്തിൽ കൊടുക്കും, ദെൻ 3.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ കൊടുക്കുന്ന പോളിയോ വാക്സിൻ ഈ പറഞ്ഞ പോലെ 1.5 ഇയറിൽ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് 4.5 ഇയറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസിനെ കുറിച്ചിട്ടും പോളിയോ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ടും നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വരാം. ഇന്ന് വാക്സിനേഷൻ ഷെഡ്യൂൾ വന്നിരിക്കുന്ന മാറ്റം ഒന്നും കൂടി ആരെങ്കിലും ഒരാള് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പുതിയ വാക്സിനേഷൻ ഷെഡ്യൂൾ ലിസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഗ്രൂപ്പില്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. മിസ്സേ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമോ ഫസ്റ്റ് എയ്ഡിന്റെ? ആ ഉണ്ട്, കൊടുത്തേക്കാട്ടാ. താങ്ക് യു ഓൾ. സൈനോട്ട് ആരാ പറയുന്നേ? താങ്ക് യു മാം. അപ്പം മാം ഇന്ന് നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇന്ന് ബേൺസ് ആൻഡ് സ്കാൾസിനെ കുറിച്ചിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ യൂണിറ്റ്, പുതിയ യൂണിറ്റ് നമുക്കിന്ന് തുടങ്ങി. ഹെൽത്ത് കെയർ, അതിനകത്ത് ഇമ്മ്യൂണൈസേഷൻ ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫ്തീരിയ അതിനെക്കുറിച്ചുള്ള വാക്സിൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പോളിയോ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ മിസ് നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്രയും നേരം ക്ലാസ് എടുത്ത മിസ്സിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്സേ. Thank you, ma'am.